എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ ബിഗ് ബോസ് നിങ്ങൾ കണ്ടല്ലോ. ഇന്നത്തെ ബിഗ് ബോസ് എന്നല്ല, എല്ലാ ബിഗ് ബോസ് നിങ്ങൾ എടുത്ത് കണ്ടു നോക്ക്. ഈ ഷാനവാസ് എന്താണ് കാണിക്കുന്നത്? എന്താണ് ഷാനവാസ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മാസാകാൻ ശ്രമിക്കുകയാണോ? ഈ പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ? എന്താണ് അതിലുള്ള എസ്പെഷ്യലി പെൺ കണ്ടസ്റ്റൻസിൻ്റെ എല്ലാം വീട്ടുകാരെ വിളിക്കുക. പോടാ പോടി, നിന്റെ വീട്ടുകാരെ പറയാ, ഇന്ന് തന്നെ ബിന്നിയോട് പറഞ്ഞ പെൺകോണ്. എന്തൊക്കെയാണ് കാണിക്കുന്നത്? ആരാണ് ഈ ലൈസൻസ് കൊടുത്തിരിക്കുന്നത്? ലാലേട്ടൻ എന്തിനു വന്ന് ഇങ്ങനെ ഇരിക്കുക? ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും. ലാലേട്ടൻ വന്ന് എന്തുകൊണ്ട് ഷാനവാസിൻ്റെ ഈ കാര്യങ്ങൾ ചോദിക്കാത്തത്? എല്ലാവരും വിളിക്കുന്നുണ്ട്, അവിടെ പോടാ പോടി ഇതൊക്കെ വിളിക്കുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷെ ഷാനവാസിൻ്റെ തൊട്ട് ഇത്ര നികൃഷ്ടമായിട്ട് ഇത്ര ഇത്ര ഇതായിട്ട് വിളിക്കുന്ന വേറെ ആരാണ് ഉള്ളത്? പിന്നുള്ളത് ഒനിയില. ഷാനവാസ് എന്താണ് കാണിക്കുന്നത്? ഇന്ന് എന്നെ നോക്കിയേ, ഇന്ന് തന്നെ ഓക്കെ ബിന്നി ചെന്ന് ചൊറിഞ്ഞെന്നുള്ള സത്യമാണ്, അത് സമ്മതിച്ചു, അവിടെ സമ്മതിച്ചു. പക്ഷേ ബിന്നിയുടെ മുഖത്തോട്ട് അറിഞ്ഞുകൊണ്ട് മാവരയ്ക്ക് ഇതൊരു ഫിസിക്കൽ അറ്റാക്ക് അല്ലേ? നോക്ക്, ഇതൊരു ഫിസിക്കൽ അറ്റാക്ക് അല്ല. എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ പറയുന്നത് അങ്ങനെ കൈ ഇങ്ങനെ വെച്ചപ്പോൾ അറിയാതെ കൊണ്ടതാണ്. 2 പ്രാവശ്യം അറിഞ്ഞുകൊണ്ട് ഒഴിച്ചിട്ട് അറിയാതെ കൊണ്ട്. ഇത് ലാലേട്ടൻ എന്ത് വേലും നാളെ ശനിയാഴ്ച അത് കാണിച്ചേ പറ്റൂ. അവനെ എറിയുന്നത് എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇത് അങ്ങനല്ല, ഇങ്ങനെ കൈ വെച്ചപ്പോൾ ഇങ്ങനെയാന്ന്. പിന്നീട് ഭർത്താവിനെ പെൺകോന്തെന്ന് പറയുക. പൊടിപ്പോട വിളിച്ചോട്ടെ. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു, ആരും എന്തുകൊണ്ട് ഇവൻ്റെ വൈഫിനെ തിരിച്ച് വിളിക്കുന്നില്ല. ഞാൻ വിചാരിച്ചായിരുന്നു ലക്ഷ്മിയൊക്കെ ഇത്ര ഇതെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയൊന്നും ഇതുവരായിട്ട് ഒന്നും വിളിച്ചില്ല. വൈഫിനെയോ വീട്ടുകാരെ ഒന്നും പറഞ്ഞിട്ട് വിളിക്കും. പക്ഷെ ഇന്ന് അനുമോൾ കലക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അനുമോളെ പോടിന്ന് വിളിച്ചെന്ന് പറഞ്ഞ് നിന്റെ പെണ്ണുമ്പിളെ പോയി വിളിക്കാനും നിന്റെ ഭാര്യയെ പോയി വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ വേണം. ഷാനവാസിന് മാത്രം എല്ലാവരെയും വിളിക്കുക, അച്ഛനും അമ്മയ്ക്കും എന്ത് വാ തുറന്നാലും നീ പോയി നിന്റെ വീട്ടിലുള്ളവരെ പറ, നീ അവരെ പറ, നിന്റെ വീട്ടിലുള്ളവർക്ക്. ഷാനവാസിന് ആരാ ലൈസൻസ് കൊടുത്തേ? ഇത്രയ്ക്ക് ലാലേട്ടൻ എന്തുകൊണ്ട് ഇത് ചോദിക്കുന്നില്ല? ഷാനവാസിന്റെ വലിയേട്ടൻ ചമയാണോ? ഷാനവാസ് മാത്രം രാജാവ്, ബാക്കിയുള്ളവരെല്ലാം താഴെ, ഷാനവാസിന് താഴെ കിടക്കുന്നതാണോ മാസ്? പുറത്ത് എന്തോ സപ്പോർട്ട് കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇഫക്റ്റായിട്ട് വലിയ മാസം. ഇത് ഷാനവാസിൻ്റെ വിചാരം ഷാനവാസിൻ്റെ പോക്കൊക്കെ ഇങ്ങനെ പാട്ട് വെച്ച് ബീജം വെച്ച് ആൾക്കാർ കാണിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇത്ര നാളെ ഷാനവാസിന് എനിക്ക് ഇഷ്ടമായിരുന്നു, കുറച്ച് കളിച്ചിരിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഓൾറെഡി അനീഷിനെ വലക്കാക്കി അനീഷിൻ്റെ ഗെയിം എല്ലാം കളഞ്ഞു കുളിച്ച് അനീഷിൻ്റെ ഭാര്യയായിട്ടാണ് നിൽക്കുന്നത്. പണിയൊന്നും ചെയ്യാതെ കട്ടുമുടിച്ചിട്ട്. ഇപ്പം പെണ്ണുങ്ങളെല്ലാം, രണ്ടാമതല്ല അന്ന് തൊട്ടേ പെണ്ണുങ്ങളെല്ലാം ഓരോന്ന് പറയാ, അച്ഛൻ്റെ വീട്ടുകാരെ വിളിക്കുക, പോടാ എന്തൊക്കെയാ പോടാൻ വിളിക്കുന്നതിനൊരു ഫേസ് കട്ട് ഉണ്ടല്ലോ. മറ്റുള്ളവരൊക്കെ വിളിക്കുമ്പോൾ ഇത് ഷാനവാസ് വിളിക്കുമ്പോൾ വേറൊരു ഇതാണ്, ഇഫക്റ്റാണ്. വന്നിട്ട് ഇവർ സഹിച്ചിരിക്കുന്നത് എങ്ങനെ? അവന് പെണ്ണുമ്പളെ വിളിച്ചപ്പോൾ അവന് നൊന്ത്, ബാക്കിയുള്ളവരാരും വിളിക്കരുത്. ഇന്ന് തന്നെ ബിന്നി ചൊറിഞ്ഞെന്നുള്ള സത്യമാണ്. ബാത്റൂം പോണേ എമർജൻസി ആയിട്ടുള്ള സംഭവമാണ്, സമ്മതിച്ച് നോ പറയാൻ പാടില്ല. അവൾ അങ്ങനെ അതിൻ്റെ ഇഫക്റ്റ് നമ്മളാരും ചെന്ന് പറയാ എന്നോട് സോറി പറയല്ല, നല്ല ക്യാപ്റ്റനാണെന്ന് പറയുന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം പറയുമ്പോൾ അതൊരു ആ രീതിയിൽ അങ്ങ് എടുക്കണ്ടേ? എടുത്തിട്ട് അവിടെ പോയിട്ട് മാവ് എറിയുക മുഖത്ത് 2 പ്രാവശ്യം. പിന്നെ ആരാ തുറന്നു കൊടുക്കുന്നത്? ബിഗ് ബോസ് എന്താ കാണിച്ചത്? പ്രാഥമിക ആവശ്യമാണ് തുറന്നു കൊടുക്കണം, അത് സത്യം. ഇതിനൊരു പണിഷ്മെന്റ് ലാലേട്ടൻ വന്നിട്ട് കൊടുത്തിരിക്കണം ഷാനവാസിന്. എല്ലാവരെയും പോടാ വീട്ടിലുള്ളവരെ പറയാം, എല്ലാവരും വിളിക്കുന്നുണ്ട്. പക്ഷെ ഷാനവാസിന്റെ വിളി വേറൊരു ടൈപ്പിലാണ്. അല്ലാതെ ഇത് നടക്കത്തില്ല. ഷാനവാസിന് നല്ലൊരു പണിഷ്മെന്റ് കൊടുത്തേ പറ്റൂ, ഉറപ്പായിട്ടും. ബാക്കിയുള്ളവരെല്ലാം താഴെ കിടക്കുമെന്നാണോ വിചാരിക്കുന്നത്? അവന്റെ വീട്ടുകാരെ പറഞ്ഞപ്പോൾ ചൊറിഞ്ഞ്. ഇതിപ്പോൾ അറിയാണ്ട് ഇനി ഷാനവാസ് ഇത്രയും കാണിച്ച അറിയാണ്ടാണ് ഏതെങ്കിലും പെണ്ണുങ്ങളോ ആരെങ്കിലും അവൻ്റെ വീട്ടിലുള്ളവരെയോ അമ്മയോ അല്ലെങ്കിൽ അമ്മ മരിച്ചു പോയതായിരിക്കും തോന്നുന്നു, വൈഫിനെയോ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഉടനെ കയറിയിട്ട് അവരെ വിളിച്ചെന്ന് പറയും. ഇവൻ വിളിച്ച് എല്ലാം മറന്നു ജനങ്ങൾ. ഇവരൊക്കെ എങ്ങനെ എന്ത് നോക്കിയിട്ടാണ് നിങ്ങൾ വോട്ട് കൊടുക്കുന്നത്? സത്യം പറയും, എന്ത് നോക്കിയിട്ടാണ് നിങ്ങൾ വോട്ട് കൊടുക്കുന്നത്? എന്ത് ഇഫക്റ്റിൻ്റെ പുറത്താണ് നിങ്ങൾ വോട്ട് കൊടുക്കുന്നത് അവർക്ക്? നല്ലവരും കളിക്കുന്നവർക്ക് കൊടുക്കുക, ഒക്കെ വടക്കുണ്ടാക്കുന്നവർക്ക് കൊടുത്തു, പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ വീട്ടുകാരെ പറയുക, വലിയ രാജാവാന്ന് പൊക്കി നടക്കുന്നവരൊക്കെ എന്തിനാ? നിങ്ങൾ മന്ദബുദ്ധികളാണ് വോട്ട് കൊടുക്കുന്ന ആൾക്കാർ. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ആർക്കും കൊടുക്കത്തില്ല വോട്ട്. ഉള്ള കാര്യം ഞാൻ പറയും, ഞാൻ ഒറ്റ മനുഷ്യർ വോട്ട് കൊടുക്കത്തില്ല. അർഹതപ്പെട്ടവർക്ക് മാത്രം ആ വീക്കിൽ ആരാന്ന് വെച്ചാൽ അവർക്ക് നോക്കിയിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ വോട്ട്.
ഇങ്ങനെ വീട്ടിലുള്ളവരെ വിളിക്കുന്നതിനും പോഴനും ഒന്നും ഞാൻ കൊടുക്കത്തില്ല. വലിയ രാജാവെന്നും പറഞ്ഞിട്ട് ഇവൻ ആരാ? ലക്ഷ്മി പറയുന്നുണ്ട് തമ്പുരാട്ടി 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 എന്ന്. ഇവൻ ഇത് രാജാവ് ചമയുവാണോ? ലക്ഷ്മി തമ്പുരാട്ടി എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ, ഇവൻ ഇത് രാജാവ് കളിക്കുവാണോ? എന്തൊക്കെയാ എൻ്റെ ഷാനവാസ് ഉള്ള സ്നേഹിച്ച് സ്നേഹിച്ച് വന്ന് വെറുപ്പിച്ച് കളഞ്ഞു. മിക്കവാറും അടുത്ത പ്രാവശ്യം എവിടെ പോകാൻ ആര്യ രീതിയിലായിട്ടും പറഞ്ഞു വിടാത്ത ആൾക്കാരാണ് ഷാനവാസിനെ പറഞ്ഞു വിടാൻ വന്നു. പൊട്ടൻ്റെ ലക്ഷ്മി നമ്മുടെ ഇവർ പറയുന്നതിൻ്റെ വിട്ട് ഈ ഒരു യൂട്യൂബറുണ്ട്, അവർ പറയുന്നതിന് വിട്ട് നിങ്ങളൊക്കെ പോഴന്മാർ കൊട്ട പി ആർ മറ്റേവർ മരിച്ചതും എന്ന് നോക്കിയിട്ട് വോട്ട് കൊടുക്കുന്ന കുറേ പോഴങ്ങ ആൾക്കാർ. നല്ല ആൾക്കാർക്ക് വല്ലതും വോട്ട് കൊടുത്ത് ജയിപ്പിക്കുക. ഷാനവാസിന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണിയൊന്നും ചെയ്യാതെ അനീഷിനെ കൊണ്ടുള്ള പണി മുഴുവനും ചെയ്യിക്കുക? മാവ് കലക്കലും കുഴയ്ക്കലും ഫുള്ള് കട്ട് തിന്ന് വാ. ഓക്കെ, അലുവയുടെ കേസ് തന്നെ പറയാം. അലുവയും സോറി മട്ടനും. അലുവ എന്ന് വെച്ചാൽ മാറ്റി വെച്ച സംഭവം എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ. ഓക്കെ, എല്ലാവരും കഴിക്കണ്ട. പക്ഷേ ഇത് ഇപ്പോൾ ഓരോ പീസ് എല്ലാവർക്കും അളന്ന് മുറിച്ച് കഴിക്കുന്ന ഫുഡ് ചോറിൻ്റെ കൂട്ടത്തിലുള്ള സാധനം കൊടുക്കുമ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവുക. ആ എടുക്കുന്ന ഒരു പീസ് മറ്റുള്ളവർക്ക് കുറവായിരിക്കത്തില്ല, അവരെന്തോ കഴിക്കും? മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാണ്ടല്ലേ എടുത്തത്. ബീറ്റ്റൂട്ട് എടുക്കുന്നുണ്ട്, നാരങ്ങ എടുക്കുന്നുണ്ട്, അലുവ എടുക്കുന്നതിൻ്റെ വിട്ടാണ് ചോറ് ഫുഡ് ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറിൻ്റെ കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് പോകുമ്പം എല്ലാവർക്കും അറന്ന് കുറിച്ചായിരിക്കുമല്ലോ കഷ്ണങ്ങൾ ഉള്ളത്. ഈ 2-3 എടുക്കും, മറ്റ് ലാസ്റ്റ് വരുന്ന കിട്ടത്തില്ല. ലാലേട്ടൻ എന്ത് വലുത് ഷാനവാസിനോട് ചോദിച്ചാൽ മാത്രം പോരെ എൻ്റെ ലാലേട്ടൻ. നല്ല പണിഷ്മെന്റ് കൊടുക്കും, നല്ല ദേഷ്യപ്പെട് ഷാനവാസിനോട്. ലാസ്റ്റ് വാണിങ്ങെങ്കിലും കൊടുക്കുക, ഒരു കാർഡ് എടുത്ത് കൊടുക്കുക, റെഡ് കാർഡോ മഞ്ഞ കാർഡോ യെല്ലോ കാർഡോ എന്തെങ്കിലും കൊടുക്കുക. അനീഷിന്റെ ഗെയിമോ കളഞ്ഞു കുളിച്ച്. ഓക്കെ, താങ്ക് യു. ഇത്രേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്കിത് പറയണമെന്ന് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം എന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം തോന്നി ഷാനവാസിനോട്. എന്താ കാണിക്കുന്നത്? മാവെടുത്തെറിയുക, വലിയ രാജാവ് ചമയുക. ഇത്രേ ഉള്ളായിരുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടാറ്റ.